ഹായ് ഫ്രണ്ട്സ്, ആർ ബി വ്ളോഗർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എത്തിയ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ കിയോറമ്പ് ഓത്തുപള്ളിപ്പുറായ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ സുഹൃത്തിൻ്റെ മോനെ ഒരു കഴിവുകളുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം എന്താണ് ആ കഴിവ് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിവിടെ വന്നത്. അപ്പം ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണ്. അപ്പം ഇവൻ്റെ മോൻ എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി തബല വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ എത്രത്തോളം ഉണ്ട് അവൻ്റെ തബല വായന എന്നുള്ളത് അറിയാനും മനസ്സിലാക്കാനുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മളെ ആള് ഇതാട്ടോ. ഇത് എന്താ പേര്? ആരൊക്കെ ഇവിടെ ഉള്ളത്? അച്ഛനുണ്ടോ? ഉണ്ടോ? പുറത്ത് പോയതാ? ഓക്കെ ഓക്കെ. നമുക്ക് എന്തൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. നമ്മുടെ നമുക്ക് ഇവിടെ ഇത് എത്ര പഠിക്കണേ? അപ്പോൾ നമുക്ക് എന്നാൽ പിന്നെ എങ്ങനെയാണ് യദുവിൻ്റെ തബല വായന, തബലയല്ലേ പറയാ, എന്താ പറയാ, തബല വായന എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് വീട്ടിൽ അമ്മ കണ്ടല്ലോ അല്ലേ? ഇവിടെ നമ്മൾ ഉള്ളിലായിരിക്കുന്നത്, ഉള്ളിൽ പോയിരിക്കാം. നമുക്ക് ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം അല്ലേ? നോക്കാം. യദുവിൻ്റെ സംഗതികളായിട്ട് ഈ കാണുന്നത് അടിപൊളി. ഇത് വെച്ചിട്ട് യദുവിൻ്റെ ഒരു വായന ഉണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും നമുക്കറിയില്ല, എന്തൊക്കെയാണ് ഇതിനെ പറയൽ എന്നൊക്കെ യദുവിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പം യദു സാറല്ലേ അടിക്കാൻ നമ്മൾ ഒന്ന് വായിക്കല്ലേ? അമ്മൻ്റെ സപ്പോർട്ട് വളരെ അധികം ഉണ്ടല്ലേ? അച്ഛൻ്റെ സപ്പോർട്ടും ഉണ്ട്. അച്ഛനിവിടെ പുറത്ത് പോയതാ തന്നെ. എന്നാൽ നമ്മളൊന്ന് ആരംഭിക്കല്ലേ? എങ്ങനെയാണ് നമ്മൾ പാട്ട് പാടണോ അല്ലെങ്കിൽ ഇത് ഉണ്ടല്ലേ? എന്നായിക്കോട്ടെ. അപ്പം അമ്മയാണ്. അപ്പോൾ അമ്മേൻ്റെ കിടിലം ഒരു പാട്ടുമുണ്ട്, അമ്മയും മോനും എങ്ങനെയാണെന്നുള്ളത്. നോക്കട്ടെ. തബല വായിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരു സെറ്റപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയൊക്കെയാണ് തബല വായിക്കുക, നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പം യദുവിനോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക. മോൻ ഇപ്പോൾ പഠനത്തിലാണ്, 1-2 വർഷം, 2-3 വർഷത്തായി മോൻ പഠിക്കുന്നു. നമുക്ക് കാര്യങ്ങളൊക്കെ അവനോട് ചോദിച്ചു നോക്കാം. അപ്പം യദു എവിടെയാണ് പഠിക്കുന്നത് ഇപ്പോൾ? സ്കൂളിൽ എത്ര വർഷമായി പോയിട്ട്? 2-3 വർഷമായില്ലേ? ഇപ്പോൾ വായിക്കും ഉഷാറായിട്ടില്ലേ? നോക്കല്ലേ? അമ്മൻ്റെ സപ്പോർട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അല്ലേ? അമ്മൻ്റെ അടിപൊളി ഒരു പാട്ടില്ലേ? ഓക്കെ ഓക്കെ. ആദ്യം അത് തുടങ്ങുന്നതാ? ദാദര പാടത്തെ ലഗിയിലാണ് ലാഗിര പാടത്തെ ദാദര പാടത്തെ ലഗി എന്നതിൽ നമ്മൾ തുടങ്ങുന്നത്. ലഗി എന്നാണ് തുടങ്ങുന്നത്. അതായത് 6 മാത്രം, അത് 3 x 3. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. നമുക്ക് അവസരം എൻ്റെ വീടിനടുത്ത്, എൻ്റെ തൊട്ടടുത്ത് ഇങ്ങനത്തെ ഒരു കലാകാരന്മാരുണ്ടാകുമ്പോൾ അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എത്തിക്കുക എന്ന ഉദ്ദേശമാണ്. അപ്പം നമുക്ക് അമ്മയുടെ ഒരു പാട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ മോനെ കൂടെ വായിക്കുന്നുണ്ട്.
നമ്മൾ വിചാരിച്ചതിനാട്ടിലും കതിക്കപ്പുറമാണ്. ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതിന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാട്ടോ. അപ്പം ഏതായാലും ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഏതാ നോക്കാം. നമുക്ക് ഇത് കേൾക്കും തോറും നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിങ്ങനെ താളം പിടിച്ച് പോവുകയാണ്. നമുക്ക് അയക്കണ്ട് ലയിച്ച് പോവുകയാണ് നമ്മൾ. അപ്പോൾ ഏതായാലും ഇതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഏതാ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അമ്മയുടെ വീണ്ടും ഒരു അടിപൊളി ഗാനം വേറെ ഉണ്ടാവും. താളം കയറുക. അതിപ്പോ നമ്മൾ ഈ സ്റ്റെപ്പിന്റെ പേരാണ്. അതിൽ ഓരോ സ്റ്റെപ്പുകൾ വേറെ ഇല്ലേ ഉണ്ടാവൂലേ? താളം പോണത് 4+4 4+4 അങ്ങനെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ അതൊക്കെ എന്താ അറിയോ, അതൊക്കെ ഇതിനെ കുറിച്ച് പോകുന്ന ആൾക്കാർക്കാണ് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയില്ല. അപ്പം ഇത് അറിയാത്തവർ ഒരുപാട് ആൾക്കാരുണ്ട്. തബല വായിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ ഒരു സമയത്ത് പഠിക്കേണ്ട ഒരു പിന്നെ എന്താ പറയാ വാദ്യ മേളം തന്നെയാണ്. അപ്പം ഇതൊക്കെ കഴിയുന്നവർ ഒഴിവുള്ള സമയങ്ങളിൽ ഇതിലൊക്കെ പങ്കെടുത്ത് ഇതൊക്കെ പഠിക്കുക. പാട്ട് അതേപോലെ തന്നെ നമുക്ക് എന്താണോ ആഗ്രഹമുള്ളത് ആ ആഗ്രഹമുള്ള ഒരു വിഷയത്തിന് മക്കളായാലും ശരി ആരായാലും ശരി അതിന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എത്ര വർഷമായി ഈ ഒരു വീട്ടിലേക്ക് പോയി ഇതിനെ പറഞ്ഞേക്ക് കൊടുത്തിട്ട്? 2 വർഷം കഴിഞ്ഞു. 2 വർഷം. ഇനി എത്ര വർഷമുണ്ട്? തബല ഇനി തുടരും. പക്ഷെ നമുക്ക് 1 വർഷം കൂടി പഠിച്ചു കഴിഞ്ഞാല് ഒരു നമുക്ക് സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് തലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് താളങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു ലെവലിലേക്ക് ഈ 1 വർഷം കൂടി കഴിഞ്ഞാൽ കിട്ടും. ഇത് പഠിക്കാൻ ടോട്ടൽ എത്ര വർഷമാണ്? 2-3 വർഷം അല്ലെങ്കിൽ 4 വർഷം? ഇത് തുടർന്ന് കുറെ പോവാം. ഒരുപാടുണ്ട്. അപ്പൊ ഓരോ സ്റ്റെപ്പുകളായിട്ട് ഓരോ വർഷം അങ്ങനെ പോകാല്ലേ. അപ്പൊ ഈ മൊക്കത്ത് പോയിട്ട് 2 വർഷമായി. അച്ഛന്റെ അമ്മന്റെ വളരെയധികം സപ്പോർട്ട് ഉണ്ട് ഇതിലെ. അച്ഛനാണോ കൂടുതൽ സപ്പോർട്ട്? എല്ലാവരും വീട്ടില് വലിയമ്മല്ലേ? വലിയമ്മല്ലേ? അച്ഛൻ്റെ അമ്മ എന്തൊക്കെയാ പറയല്? എന്താ സപ്പോർട്ട് പറയണ്ടോ? അച്ഛൻ്റെ അമ്മ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചോട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? പുറത്തൊന്നും ഇറങ്ങിക്കൂടെ? എന്തിനാ പേടിച്ചു നിക്കണേ? ഇങ്ങനത്തൊക്കെ മക്കള് ഇവിടെ മക്കളൊക്കെ അടിപൊളി. എങ്ങനെയുണ്ട് പേരക്കുട്ടിന്റെ തബലവായന? എങ്ങനെയുണ്ട്? അടിപൊളിയാ? എന്നെ മരുമോളെ പാട്ട് കേട്ട് നിങ്ങള് അതെങ്ങനെയുണ്ട്? ഉഷാറല്ലേ? അപ്പൊ അമ്മക്കൊക്കെ നല്ല തൃപ്തി തന്നെയുണ്ട്. അത് എന്താ വെച്ചാൽ ആർക്കായാലും അതൊരു സന്തോഷം തരുന്നൊരു വിഷയം തന്നെയാണ്. വീട്ടിൽ ഒരു പാട്ട് പാടുന്ന ഒരാളും ഒരു തബല വായിക്കുന്ന ആളൊക്കെ വീട്ടിലുണ്ടാവുക എന്നുള്ളത്. അപ്പം ഇത് ചിറകാല ഒരു സ്വപ്നം തന്നെ ആയിരുന്നു എന്ന് വളരെ ഇതിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? ഒരുപാട് ആഗ്രഹം. ഞാൻ സ്കൂൾ തലങ്ങളിലൊക്കെ സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട്. ഇതിലെന്താ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ ഒരു സംഗതി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നേടിയെടുക്കുക. അല്ലെങ്കിൽ അത് നമ്മൾ കുറവോ അല്ലെങ്കിൽ മറ്റുള്ളതോ വിചാരിച്ച് ബേക്കോട് നിന്ന് കഴിഞ്ഞാൽ അത് കാലാകാലം ഉണ്ടാവുള്ളൂ.
നമുക്ക് എത്രത്തോളം പിന്നെ എഫേർട്ട് എടുത്ത് പഠിക്കാൻ പറ്റുമോ, പഠിക്കാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ അത് പഠിക്കാം എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് പിന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഞാൻ അച്ഛൻ വരുമെന്ന് തോന്നുന്നു. അച്ഛനെ ചെറുപ്പം മുതൽ, അതായത് ഇങ്ങനെയിപ്പോൾ പറയാം, ജനിച്ചു വളർന്ന അന്ന് മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് കളിച്ച് വളർന്നവർ. എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. എൻ്റെ സുഹൃത്തിൻ്റെ പേര് ജയപ്രകാശാണ്. ഇപ്പം മുതലേ ഉള്ള ഒരു പിന്നെ സുഹൃത്തുക്കളാട്ടോ. അപ്പം പുറത്തു പോയിരുന്നില്ലേ യദുവിൻ്റെ അടുത്ത് പിന്നെ ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് ചെറുപ്പം മുതൽ നമ്മൾ കൊട്ടാറുണ്ട്, ചെണ്ട കൊട്ടാറുണ്ട്. കൊട്ടാന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ പലക വെച്ചിട്ട് കൊട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ ഓർക്കും അവരുടെ ഉള്ളിലൊരു കലാവാസം ഉണ്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ് അവരെ പഠിക്കണം എന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെ മുഖത്ത് കൊണ്ട് ലേലം സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തി. മോന് പറഞ്ഞതാണ് എനിക്കിങ്ങനെ പഠിക്കാൻ പോകണം, താല്പര്യം മോന്റെ അടുത്ത് പറഞ്ഞതാണ്. അങ്ങനെ സംഗീതം പറഞ്ഞപ്പോൾ ഒന്നും ആലോചിച്ചില്ല. പിന്നെ ഭാര്യ സംഗീതം പഠിക്കുന്നു. ഭാര്യയുടെ 2 പാട്ട് അടിപൊളി പാട്ടാണ്, സൂപ്പറാണ്. അപ്പൊ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. അപ്പൊ ഞാൻ അടുത്തേതാ ഒരു കൊട്ട് അച്ഛനും അമ്മയും മോനെ ഈ ഒരു ക്ലാസ്സിലേക്ക് പറഞ്ഞയച്ചത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഓൻ്റെ ഈ ഒരു വായന നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവന് കഴിയട്ടെ. അതേപോലെ തന്നെ അമ്മയുടെ പാട്ട് പറയാതിരിക്കാൻ വയ്യ, അടിപൊളി പാട്ടാണ്, ഗംഭീര പാട്ടാണ്. അമ്മയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഊർജം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഏതായാലും നമുക്ക് പിന്നെ വീണ്ടും ഇവർക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്നതോടൊപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ ഈ ഒരു സപ്പോർട്ടാണ് നമ്മൾ ഇത്തരം ആൾക്കാരെ ഒരു വിജയം. നമ്മളെല്ലാവരുടെയും ഓരോ സപ്പോർട്ടുകൾ മറ്റുള്ളവരുടെ കഴിവിനെ പുറത്തെടുത്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഏതായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ മാറ്റി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.